ഒരു ചോദ്യം ഇങ്ങനെയാണ്. മകൻ മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മാലയിട്ടിട്ടുണ്ട്. കന്നിമലയാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് എനിക്ക് ആർത്തവം ഉണ്ടായി വരും. അപ്പോൾ ഈ ആർത്തവ കാലത്ത് ഞാൻ വീട് വിട്ട് മാറി നിൽക്കണമെന്നാണ് എൻ്റെ ഭർത്താവ് പറയുന്നത്. പക്ഷെ എനിക്ക് മാറി നിൽക്കാൻ വേറൊരു വീടൊന്നും ഇല്ല. ഉള്ള വീട്ടിലാണെങ്കിൽ പോയി സ്വസ്ഥമായിട്ട് താമസിക്കാനും പറ്റില്ല. എൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് ഏതെങ്കിലും റൂമിൽ കഴിഞ്ഞുകൂടുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? വൃശ്ചിക മാസം അടുപ്പിച്ച് ഇത്തരം മെസ്സേജുകൾ ധാരാളമായിട്ട് വരാറുണ്ട്. ആർത്തവമുള്ള ഒരു സ്ത്രീക്ക് മലയ്ക്ക് പോകുന്ന ഒരു പുരുഷൻ ആ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ആ വീട്ടിൽ താമസിക്കാൻ പാടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ ആർത്തവമുള്ള ഒരു സ്ത്രീക്ക് ആ വീട്ടിൽ താമസിക്കുന്നതിൽ യാതൊരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ശരിയായ മറുപടി. പക്ഷെ ബ്രഹ്മചര്യ നിഷ്ഠ ഉള്ളത് കൊണ്ട് ആ സ്ത്രീ അവർക്ക് ഭക്ഷണ കാര്യങ്ങളൊന്നും പാകം ചെയ്ത് കൊടുക്കരുത്. അവരുടെ കാര്യങ്ങളിൽ കയറി കൂടുതൽ ഇടപഴകേണ്ട. അവരൊരു പ്രത്യേക സ്ഥാനത്ത് കഴിഞ്ഞുകൂടുന്നത് നന്നായിരിക്കും. എന്ന് പറഞ്ഞാൽ തടവിലിട്ട പോലെ ജീവിക്കണമെന്നല്ല എൻ്റെ അർത്ഥം. അവർക്ക് ഇവരുമായിട്ട് തൊട്ട് ഇടപഴകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വേറൊരു വീട്ടിൽ പോയി താമസിക്കണമെന്നോ ആ സ്ത്രീ ആ വീട്ടിൽ നിന്നതുകൊണ്ട് അവിടെ എന്തെങ്കിലും വലുതായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു പോകുന്നു എന്നുള്ള അർത്ഥമില്ല. പണ്ട് ചെറിയ വീട്, ചെറിയ സാഹചര്യങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഈ വളരെയധികം ഇഴുകിച്ചേർന്ന് ജീവിക്കേണ്ടുന്ന ഒരു അവസ്ഥ വരുന്നത് കൊണ്ടാണ് അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞിരുന്നത്. പക്ഷെ നിങ്ങളുടെ സാഹചര്യത്തിന് നിങ്ങൾക്ക് നല്ല 3-4 മുറികളുള്ള ഒരു വീടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വീട്ടിൽ, ആർത്തവമുള്ള സ്ത്രീക്ക് ആ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാം. എല്ലാവരും കൂടെ ഒറ്റ മുറിയിലാണെങ്കിൽ അത് നടക്കില്ല എന്നുള്ളത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അല്ല, വേറൊരു വീട്ടിൽ പോയി നിൽക്കാൻ സാഹചര്യമില്ല എന്നുള്ളവർക്ക് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ വീട്ടിൽ തന്നെ കഴിയുക. പക്ഷെ നമ്മൾ കുറച്ച് ശ്രദ്ധ, മലയ്ക്ക് പോകുന്ന ഒരാളല്ലേ, ആ വീട്ടമ്മയ്ക്ക് അറിയാലോ, കുറച്ച് ശ്രദ്ധ കൊടുത്താൽ മാത്രം മതി. അല്ലാതെ ഇതിൽ വേറൊന്നും പേടിക്കാനില്ല.